ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പൂജ നായർ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്സിനെ പറ്റിയിട്ടാണ്. ഇപ്പോഴും പലവർക്കും മെൻസ്ട്രൽ കപ്സിൻ്റെ പ്രോപ്പർ യൂസേജ് എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്താണ് എന്നൊന്നും ഉള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴും എല്ലാവർക്കും കിട്ടിയിട്ടില്ല. നമ്മൾ എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരുപാട് പെൺകുട്ടികൾ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്ത് വരുന്നതാണ് കാണുന്നത്. പ്രോബ്ലി അവർക്ക് മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്ന രീതി അറിയാൻ വയ്യാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ത് എന്നുള്ളത് അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ ഞാനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇപ്പോൾ സെൻസി കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പാണ് എടുത്തേക്കുന്നത്. ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം ഇതിൽ 3 സൈസസിൽ വരുന്നുണ്ട്. സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് സ്മോൾ സൈസാണ്. ദിസ് ഈസ് ഹൗ എ സ്മോൾ സൈസ് കപ്പ് ലുക്സ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ടർ റിമ്മാണ്, ആൻഡ് ഇതിൻ്റെ ബോഡി, ആൻഡ് ദിസ് ഇസ് ദ സ്റ്റെം. എല്ലാ മെൻസ്ട്രൽ കപ്സിലും ഈ സ്റ്റെം പോർഷൻ ഉണ്ടാവണം എന്നില്ല, പക്ഷേ ഈ സ്റ്റെം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈസി ഇൻസേർഷൻ ആൻഡ് ഈസി റിമൂവലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ റിമ്മിൽ കുറേ ഹോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹോൾസ് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സക്ഷനിലാണ് ഇതിങ്ങനെ ഇൻടാക്റ്റ് ആയിട്ട് ലീക്കേജ് ഒന്നും ഇല്ലാണ്ട് നല്ലപോലെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നത്. നിങ്ങളിപ്പം ഏത് സൈസാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു 18 to 25 ഇയേഴ്സ് ഓഫ് ഏജ് വരെയുള്ള ആൾക്കാരാണ്. ആൻഡ് ഇഫ് യു നോട്ട് സെക്ഷലി ആക്റ്റീവ് യു ക്യാൻ ഓപ്റ്റ് ഫോർ എ സൈസ് എസ്, സ്മോൾ സൈസിലുള്ള കപ്പ്. യൂഷ്വലി 18 വയസ്സിന് ശേഷമുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ മെൻസ്ട്രൽ കപ്സ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് മീഡിയം സൈസ് എന്ന് പറയുന്നത് അബൌട്ട് 25 cc കപ്പാസിറ്റി ഉള്ള മെൻസ്ട്രൽ കപ്സ് ആണ്. ഇതെന്ന് പറയുന്നത് അബൌട്ട് 25 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ളവർക്കാണ്, ആൻഡ് ഹു ഇസ് സെക്ഷലി ആക്റ്റീവ്. ആൻഡ് സൈസ് ലാർജ് എന്ന് പറയുന്നത് ഇപ്പം 1-2 കുട്ടികളുടെ ഡെലിവറി ഒക്കെ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പാണ്. യൂഷ്വലി സ്മോൾ സൈസിലാണ് നമുക്കൊരു 20 cc വരെയുള്ള കപ്പാസിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മെൻസ്ട്രൽ കപ്സ് എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലീക്കേജ് എന്നുള്ളൊരു പ്രശ്നമേ നമുക്കില്ല. ലീക്കേജ് പ്രൂഫ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മൾ ഈ മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ദർ ഇസ് നോ സ്വിച്ചിങ് ബാക്ക് ടു പാഡ്സ്. ആൻഡ് ഓൾസോ നമുക്ക് എക്കണോമിക്കലി ആണെങ്കിലും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് മെൻസ്ട്രൽ കപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു സാനിറ്ററി പാഡ് ഡീകമ്പോസ് ചെയ്യാൻ ഓൾമോസ്റ്റ് 500 ഇയേഴ്സ് എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ സമയത്ത് മെൻസ്ട്രൽ കപ്സ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് തന്നെ ആയിരിക്കും. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്, എങ്ങനെ നിങ്ങൾക്ക് വെജൈനയിലോട്ട് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. പല മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള 2 മെത്തേഡ്സ് കാണിക്കാം. ആദ്യമേ തന്നെ ഞാൻ സി ഫോൾഡ് അല്ലെങ്കിൽ യു ഫോൾഡ് മെത്തേഡ് കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു സി ഫോൾഡ് മെത്തേഡാണ്. ആൻഡ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നതാണെങ്കിലും വളരെയധികം എളുപ്പമാണ്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനും ഞാൻ കാണിച്ചു തരാം. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പ് ആയെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു പഞ്ച് ഡൗൺ മെത്തേഡാണ്. ഈ 2 ടെക്നിക്സാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിച്ച് കാണാറുള്ളത്. പഞ്ച് ഡൗൺ മെത്തേഡിൻ്റെ ഇൻസേർഷൻ ടെക്നിക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതല്ലാണ്ട് 7 ഫോൾഡ് മെത്തേഡും കൂടെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പലരുടെയും ഒരു സംശയമാണ് മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്നത് പെയിൻഫുൾ ആണോ എന്ന്. ഒരിക്കലുമല്ല. ഫസ്റ്റ് ടൈം യൂസേഴ്സിന് കുറച്ച് ഹേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് വൺസ് യു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഫോൾഡിംഗ് മെത്തേഡ് ദറ്റ് വർക്ക്സ് ഫോർ യു ദെൻ ദർ ഇസ് നോ പെയിൻ. ഇത് രണ്ടും എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള മെത്തേഡ്സാണ്. ആൻഡ് ഇതിപ്പോൾ നിങ്ങൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ റിമ്മിൽ നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കുമ്പം എവിടെയെങ്കിലും ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ട്വിസ്റ്റ് ഇറ്റ് സോ ദാറ്റ് അത് കംപ്ലീറ്റ്ലി സീൽ കവറായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കിത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയി എന്നുള്ളതിനെ പറ്റി നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൺസ് ഇത് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 12 hours കഴിഞ്ഞെങ്കിലും നിങ്ങളത് ഊരി മാറ്റി നിങ്ങളത് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് നിങ്ങളിപ്പം ഓരോ പീരിയഡ്സ് കഴിയുമ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിളച്ച വെള്ളത്തിൽ വളരെയധികം വെള്ളം എടുത്തിട്ട് അത് തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഇട്ട് 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ക്ലീനിങ് പ്രോസസ്സ് ഇതാണ്. ഓൾസോ നിങ്ങൾ സോപ്സൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഇതിൻ്റെ റിമ്മിലൊക്കെ പറ്റിപ്പിടിച്ച് നിങ്ങൾക്ക് വജൈനൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ടാവും. ഓൾസോ ഈ മെൻസ്ട്രൽ കപ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഡോക്ടർ റെക്കമെൻഡ് ആയിട്ടുള്ള സിലിക്കോൺ വെച്ച് തന്നെയാണ്. നിങ്ങൾക്ക് വേറെ ഒരു എക്സ്റ്റേണൽ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഫീലിങ്ങേ വേണ്ട. വളരെ സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും മെൻസ്ട്രൽ കപ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് യു സ്വിച്ച് ടു മെൻസ്ട്രൽ കപ്സ് ഇഫ് യു ഹാവൻറ്റ് ഡൺ സോ.
സോ ലെറ്റ്സ് ഓൾ സ്വിച്ച് ടു മെൻസ്ട്രൽ കപ്സ്. ആൻഡ് ഞാൻ എന്നും സജസ്റ്റ് ചെയ്യുന്നത് സെൻസി കെയറിൻ്റെ മെൻസ്ട്രൽ കപ്സ് തന്നെയാണ്. താങ്ക് യു.